സല്യൂട്ട് ഭാരത്. ഇന്ന് സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പം ഉള്ളത് BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഇപ്പോ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടി അവരുടെ നിയമസഭാ കക്ഷി നേതാവ് ആരാണ് എന്നുള്ളതിന്റെ ആര് വരണം എന്ന തീരുമാനത്തിലേക്കൊക്കെ പോകുന്ന അവസരത്തിൽ BJPയെ സംബന്ധിച്ച് സത്യത്തിൽ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയെക്കാളും കേരളത്തിൽ ഒരു വൻ മുന്നേറ്റം നടത്തിയിരിക്കുന്ന പാർട്ടി BJP ആണ് എന്ന് തന്നെ കക്ഷിഭേദമന്യേ മറ്റേത് രാഷ്ട്രീയ പാർട്ടി ഉള്ളവർ പോലും സമ്മതിക്കുന്നു. 3 സീറ്റ് 30-ന് തുല്യമാണ്. സാർ, നമ്മുടെ ചോദ്യം, BJPക്ക് 30 സീറ്റിന് തുല്യമായി 3 സീറ്റ് കിട്ടിയ ഈ അവസരത്തിൽ BJPക്ക് കിട്ടിയ വോട്ട് ശതമാനം വർദ്ധിച്ചിട്ടില്ലേ? അത് ആരുടെ വോട്ടാണ്? രാഷ്ട്രീയമായിട്ട് ആരിൽ നിന്ന്, മറ്റേത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള വോട്ട് ചോർച്ചയാണ് BJPക്ക് ലഭ്യമായത് എന്ന എന്റെ ആദ്യത്തെ ചോദ്യം. അത് മറുപടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഹലോ, നമുക്ക് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഹലോ, കേൾക്കാമോ? ക്ലിയർ ആണോ? എടുക്കാം സാർ. കേൾക്കാമോ? എടുക്കാം. മറുപടി പറഞ്ഞാൽ മതി സാർ. നമ്മുടെ ഈ ഇലക്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, BJPയുടെ മണ്ഡലങ്ങൾ, BJP വിജയിച്ച മണ്ഡലങ്ങൾ, BJP 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങൾ, ഇതൊക്കെ പരിശോധിച്ചാൽ അതൊക്കെ CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മണ്ഡലങ്ങളാണ് എന്ന് വ്യക്തമാണ്. അതായത് ഇടതുപക്ഷ കോട്ടകളെ ഭേദിച്ചുകൊണ്ടാണ് BJP വിജയം വരിച്ചത്. ആ വിജയം വരിച്ച 3 സീറ്റുകളും ഇടതുപക്ഷ കോട്ടകളായിരുന്നു. CPMന്റെ CPIയുടെ ഒക്കെ ശക്തി ദുർഗങ്ങളായിരുന്ന പ്രദേശങ്ങളാണ് BJP പിടിച്ചെടുത്തിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് BJP വന്ന മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് മഞ്ചേശ്വരം, കാസർഗോഡ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി പ്രദേശങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷ ശക്തി കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഇടതുപക്ഷത്തു നിന്നുള്ള വോട്ടുകളാണ് കൂടുതലും BJPയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് കരുതി കോൺഗ്രസിൽ നിന്ന് വന്നിട്ടില്ല എന്നല്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വോട്ടുകൾ BJPയിലേക്ക് വന്നിരിക്കുന്നത് CPM, CPI മേഖലകളിൽ നിന്നാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, CPI MLA ആയിരുന്ന നാട്ടിക MLA, അപ്പോ CC മുകുന്ദൻ, അദ്ദേഹം CPIയിൽ നിന്നാണ് വന്നത്. CPMന്റെ മുൻ MLAമാരായിരുന്ന അജിത്തും വൈക്കത്ത്, അതേപോലെ തന്നെ S രാജേന്ദ്രൻ ദേവികുളം, ഇവരൊക്കെ തന്നെ വരുമ്പോഴും ഇടതുപക്ഷ കോട്ടകളാണ് കൂടുതൽ കുലുങ്ങുന്നത്, വിറയ്ക്കുന്നത്, വിണ്ട് കീറുന്നത്. അതായത് അതിനൊരു കാരണമുണ്ട്. അടിസ്ഥാനപരമായി കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി അത് BJP അല്ല, അത് CPM ആണ്, അല്ലെങ്കിൽ CPI ആണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ബേസ് എന്ന് പറയുന്നത് ഹിന്ദു അടിത്തറയാണ്. അപ്പോൾ ആ ഹിന്ദു വോട്ട് എവിടെയെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ 99% ഹിന്ദു വോട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത് CPI, CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി. അവരുടെ വോട്ടുകളാണ് BJP സ്വന്തമാക്കിയതും BJPയുടെ വിജയത്തിലും BJPയുടെ 2ാം സ്ഥാനത്തും BJPയുടെ മുന്നേറ്റത്തിലും എല്ലാം നമ്മൾ കാണുന്നത്. ഒപ്പം കോൺഗ്രസിനെയും ക്ഷീണിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വസ്തുതയാണ്. എന്നാൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്ക് ഗ്രാജുവൽ ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഒഴുക്ക് വളരെ പെട്ടെന്നാണ്. വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ വളരെ വലിയ ചാഞ്ചാട്ടമാണ് കാണുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഞങ്ങൾ മതനിരപേക്ഷമാണ്, ഞങ്ങൾ മതേതരരാണ്, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ മുസ്ലിം രക്തം എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുമ്പോഴും ഇവരൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന ചിന്ത അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതായത് ഇടതുപക്ഷത്തിന് ഭരണം കിട്ടുമ്പോൾ ഭരണത്തിന്റെ ആനുകൂല്യം കൊണ്ടുപോകുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടി വെള്ളം കോരിയ, വിറക് വെട്ടിയ, മുദ്രാവാക്യം വിളിച്ച, തല്ലുമേടിച്ച, അല്ലെങ്കിൽ കൊല വിളിച്ച ആൾക്കാരൊന്നുമല്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇസ്ലാമിക തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വരുന്ന പുതിയ കമ്മ്യൂണിസ്റ്റ് തലമുറ മാറി ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ മുസ്ലിങ്ങളെ കാണണമെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കാണണമെങ്കിൽ അതിന്റെ നേതൃനിരയിൽ നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അനുഭാവികളിലും പ്രവർത്തകരിലും അനുയായികളിലും കുറവാണ്. പക്ഷെ നേതാക്കളിൽ ഇഷ്ടം പോലെ മുസ്ലിങ്ങളുണ്ട്, നേതാക്കളിൽ ഇഷ്ടം പോലെ ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ പണിയെടുക്കാൻ ഹിന്ദുവും പണം മേടിക്കാൻ
മറ്റുള്ളവരും എന്നുള്ളതാണ്. അപ്പൊ തല്ലുകൊള്ളാൻ ചെണ്ടയും പണം മേടിക്കാൻ ആരാരും എന്നുള്ള പഴഞ്ചൊല്ല് പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ തല്ലുകൊള്ളാനും ചാകാനും കൊല്ലാനും എല്ലാം ഹിന്ദുക്കളും, അധികാരവും അതിന്റെ നേട്ടങ്ങളും ഏറ്റുവാങ്ങാൻ മറ്റുള്ളവരും എന്നുള്ള ഒരു ചിന്ത ഇപ്പോൾ രൂഢമൂലമായിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇത് കേവലം ഒരു അവകാശവാദമോ അല്ലെങ്കിൽ ആരോപണമോ തെറ്റായ പ്രസ്താവനയോ ഒന്നുമല്ല, വസ്തുതയാണ്. ഇത് അനുഭവിച്ചറിഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോൾ BJP-യിലേക്ക് മാറുന്നതും BJP-യുടെ വോട്ട് ബാങ്കായി തീരുന്നതും. ഏതായാലും ആ ഒരു വസ്തുത ഇപ്പൊ കുറെ കൂടി വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേവലം ഒരു ആരോപണമായി പറയല്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 140 MLA-മാരിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായിരിക്കുന്നു. ഇത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതോ ചില ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചു നെറ്റിൽ. പക്ഷേ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അത് പിൻവലിച്ചു. ഇപ്പൊ നെറ്റിൽ അങ്ങനെ ഒരു കണക്കില്ല. പക്ഷെ നെറ്റിൽ ആ കണക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും 140 MLA-മാർ അവിടെ ഉള്ളത് കൊണ്ട് അവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹിന്ദു ന്യൂനപക്ഷമായി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് MLA-മാരുടെ എണ്ണം. ഇതൊന്നും പറഞ്ഞാൽ ഹിന്ദുവിന് മനസ്സിലാകില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതെന്തെങ്കിലും പറഞ്ഞാൽ ഇത് വർഗീയത പറയുന്നു എന്നായിരിക്കും. വർഗീയത പ്രാവർത്തികമാക്കി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് നിയമസഭാ ന്യൂനപക്ഷങ്ങൾ പിടിച്ചെടുത്ത് കഴിഞ്ഞാലും ഇവിടെ ഭൂരിപക്ഷമാണെന്ന് അഭിമാനിക്കുന്ന ഹിന്ദുക്കൾക്ക് ഇത് മനസ്സിലാകാൻ പോകുന്നില്ല. ഇതാണ് വസ്തുത. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പലതായി, കമ്മ്യൂണിസ്റ്റ് ആയി, കോൺഗ്രസ് ആയി, CPM ആയി, CPI ആയി, അല്ലെങ്കിൽ ജനതാദളായി, അതായി ഇതായി ഒക്കെ വേർതിരിഞ്ഞ് നിൽക്കുന്ന ഹിന്ദു, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി, രാഷ്ട്രീയ ഭാവിയാണ് തകരാൻ പോകുന്നത്. വലിയ വെല്ലുവിളികൾ നേരിടാൻ പോകുന്നത് എന്നുള്ളത് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാവും. ഞാനിത് ഈ കാര്യം പറയാനൊരു അടിസ്ഥാനപരമായ മറ്റൊരു കാരണമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചാൽ എന്താ കുഴപ്പം? ക്രിസ്ത്യാനിക്ക് 35 അല്ലെങ്കിൽ മുസ്ലിമിന് 35 ആയാലോ 90 ആയാലോ എന്താ കുഴപ്പം? നമ്മുടേത് മതേതരമല്ലേ, ജനാധിപത്യമല്ലേ എന്നൊക്കെ നമുക്ക് വാദിക്കാൻ പറ്റും. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനു മുമ്പൊരിക്കൽ 100 സീറ്റിന് മുകളിൽ ഭൂരിപക്ഷം കിട്ടിയ, ഐക്യജനാധിപത്യ മുന്നണിക്ക് 100 സീറ്റിൽ കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ഒരു കാലഘട്ടത്തിലാണ് മാറാട് കലാപം ഉണ്ടാവുകയും മാറാട് 9 ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്ത സംഭവം. അന്ന് മുസ്ലിം ലീഗിന് കേന്ദ്രമന്ത്രി വരെ ഉണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ആ കേസ് തേഞ്ഞു മാഞ്ഞു പോയത് നമുക്കറിയാം. അതിന്റെ പ്രതികളെ രക്ഷിച്ച വിധം നമുക്കറിയാം. അപ്പോൾ ഭരണകൂടം കയ്യിലുണ്ടെങ്കിൽ പിന്നെ ആയുധം കയ്യിലെടുത്തുകൊണ്ട് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്ന ഒരു ചരിത്രം കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് മാറാടിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ വസ്തുത ഇപ്പോൾ ഓർമ്മിക്കാൻ കാരണം. ഏതായാലും സാർ, ഇപ്പോ സാറ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കിട്ടുന്ന വോട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തില്, അതെ, വിശിഷ്യ ഈ 2 പാർട്ടികൾക്കും കിട്ടുന്ന വോട്ടെന്ന് പറയുന്നത് ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വോട്ടാണ്. ആ ഭൂരിപക്ഷ വോട്ടെന്ന് പറയുന്നത് മാറി തുടങ്ങിയിരിക്കുന്നു. അത് BJP-യിലേക്ക് നീങ്ങിയിരിക്കുന്നു. സർ, ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ ഒരിക്കലുമില്ലാതെ എന്നല്ല, നഗരസഭയിൽ പടിപടിയായി, അതായത് തിരുവനന്തപുരം നഗരവാസിയായ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് നഗരസഭ ഭരണം കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് BJP പോലത്തെ ഒരു പാർട്ടിക്ക്. സർ, ഇപ്പോ 2 സീറ്റുകൾ നഗരത്തിൽപ്പെട്ട നിയമവും കഴക്കൂട്ടവും കിട്ടിയിരിക്കുന്നു. പിന്നീട് അവസാനം നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ കൊല്ലത്ത് ചാത്തന്നൂർ ഒരു സീറ്റ് കിട്ടിയിരിക്കുന്നു. സർ, ഈ 3 സീറ്റുകളും തമ്മിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എവിടെയാണ് ഇപ്പോ വോട്ട് കിട്ടിയിരിക്കുന്നത്? ശരിക്കും ഇപ്പോ അവസാന റൗണ്ടിലൊക്കെയാണ് കഴക്കൂട്ടത്ത് ജയിച്ചത്. നേരെ നിയമത്തേക്ക് വന്നാൽ ഇത്ര ഭൂരിപക്ഷമല്ല കിട്ടേണ്ടത് എന്നൊരു തോന്നല് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ, കാര്യം നിയമം എനിക്ക് വളരെ അടുത്ത് ബന്ധമുള്ള സ്ഥലമാണ്. അപ്പോ സാർ, ഇത് ഈ പറയുന്ന 3 ഇടങ്ങളിലും കിട്ടിയ വോട്ടിംഗ് പെർസെന്റേജിൽ BJP-ക്ക് തൃപ്തിയുണ്ടോ? തീർച്ചയായിട്ടും തൃപ്തിയില്ല എന്ന് പറയുന്നതാണ് ഇതിന്റെ സത്യം. ഒരു വിജയം കിട്ടി എന്നുള്ളത് കൊണ്ട് തൃപ്തി ആവുകയില്ല. ആ വോട്ടിംഗ് പെർസെന്റേജ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു പെർസെന്റേജ് ആണ്. ഇതിനെ അട്ടിമറിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നീക്കങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ പുരോഗമനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ അവിടുത്തെ മുഴുവൻ ജനവിഭാഗത്തിന്റെയും പിന്തുണ കൂടുതൽ ആർജിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വളരെയേറെ കഠിനമായിരിക്കും.
കാരണം കേരളത്തെ സംബന്ധിച്ച് വികസനം വേണ്ടാത്ത ഒരു സംസ്ഥാനമാണ്. ഇപ്പൊ കേരളത്തിന് ചുറ്റുമുള്ള വികസനങ്ങൾ മലയാളികൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ലല്ലോ. കേരളത്തിൽ വികസനം വേണ്ട, കേരളത്തിന് രാഷ്ട്രീയം വേണ്ട, കേരളത്തിന് മതം അല്ലെങ്കിൽ ജാതി അത് മാത്രം മതി. ഈ മതജാതി സംവിധാനങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന LDF UDF രാഷ്ട്രീയം ഈ സംസ്ഥാനത്ത് 70 വർഷം ആയിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികൾക്ക് ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വീടില്ലെങ്കിലും കുഴപ്പമില്ല, പണിയില്ലെങ്കിലും കുഴപ്പമില്ല, വരുമാനമില്ലെങ്കിലും കുഴപ്പമില്ല, കൃഷി നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ ജാതി, എന്റെ മതം, അതിൽ നിന്ന് 2 MLA കണ്ടാൽ എനിക്ക് സന്തോഷമായി, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറെ കണ്ടാൽ സന്തോഷമായി. ആ തരത്തിലുള്ള ഒരു വിചിത്രമായ മാനസികാവസ്ഥയിൽ പെട്ടുപോയി അല്ലെങ്കിൽ പെടുത്തിയിട്ടിരിക്കുകയാണ് മലയാളി. അപ്പൊ അതുകൊണ്ട് മലയാളിയുടെ ഈ മനോഭാവത്തെ മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ അപകടമാണ് മലയാളിക്ക് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ മലയാളികളുടെ ഈ മനോഭാവത്തിൽ വലിയ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നേമത്ത്, കഴക്കൂട്ടത്ത്, ചാത്തന്നൂരിലെ ഒക്കെ ഉണ്ടായ വിജയം മുന്നോട്ട് പോകുമ്പോൾ ഏത് രീതിയിലായിരിക്കും മറ്റു കക്ഷികൾ സംഘടിതമായി വന്ന് അതിനെ പരാജയപ്പെടുത്തുക എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. മാത്രമല്ല LDF UDF എന്നൊക്കെ പറയുന്നത് ഒരു മുന്നണിയിലെ 2 ഘടകകക്ഷികൾ മാത്രമാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അവരുടെ മുന്നണിക്ക് അകത്ത് നിൽക്കുന്നവരാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ കൂടെയുള്ള മറ്റ് കക്ഷികളെല്ലാവരും തന്നെ. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാർ, അപ്പോ താങ്കൾ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ ഈ 3 കിട്ടിയിരിക്കുന്ന വോട്ടിംഗ് പെർസെന്റേജ് അല്ലെങ്കിൽ നിങ്ങൾ കിട്ടിയിരിക്കുന്ന ജയിച്ച ഭൂരിപക്ഷം കുറവാണ് എന്നാണ്. അപ്പോ ഇനി അങ്ങോട്ട് ഈ പറയുന്ന രീതിയിൽ സാർ ഇപ്പൊ തന്നെ പറഞ്ഞു ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം. സാറുമായിട്ട് തന്നെ ഇവിടുത്തെ നമ്മൾ ഒരു ചർച്ചയിൽ ഇരുന്നപ്പോൾ നമ്മൾ സംസാരിച്ചതാണ്. നേമത്ത് ഈ പറയുന്ന SDPI എന്ന് പറയുന്ന സംഘടന ഇപ്പോ ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടിക്ക് സപ്പോർട്ട് ചെയ്തത്. സർ, ഇനിയും അത്തരത്തിലുള്ള ഈ മതവും ജാതിയും ഒക്കെ പറയുന്നവരുടെ സപ്പോർട്ട് കിട്ടിക്കൂടില്ല, അവർ പിന്നെയും തലപൊക്കും എന്ന് തന്നെ നിങ്ങൾ ധരിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചിരിക്കുന്ന വൻപിച്ച ഭൂരിപക്ഷം ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. മഞ്ചേശ്വരത്ത് നമുക്കറിയാം, SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചുകൊണ്ട് മുസ്ലിം വോട്ടിന്റെ കൺസോളിഡേഷൻ യാഥാർത്ഥ്യമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ മെച്ചപ്പെട്ട ഭൂരിപക്ഷം. അത് തന്നെ. അപ്പോൾ അത് കേവലം ഒരു മഞ്ചേശ്വരത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ അഡ്ജസ്റ്റ്മെന്റ് അല്ല, മുഴുവൻ കേരളത്തിനും വേണ്ടി ഉള്ളതായിരുന്നു എന്ന് ഉള്ള സത്യം നമ്മുടെ ഈ UDFന് കിട്ടിയിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം അതിൽ നിന്ന് വ്യക്തമാണ്. ഓരോ മണ്ഡലം എടുത്ത് പരിശോധിച്ച് നോക്കാം. 140 മണ്ഡലം എടുത്ത് പരിശോധിച്ചാലും നമുക്കിത് മനസ്സിലാവുന്ന കാര്യമാണ്. സാർ, അപ്പോ സാർ പറഞ്ഞു വെച്ചു ഈ കേരളത്തിലെ സോകോൾഡ് വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിക്കാൻ അന്നം വേണ്ട, പക്ഷെ രാഷ്ട്രീയം മതി എന്ന ആറ്റിറ്റ്യൂഡ്, ആ ആറ്റിറ്റ്യൂഡ് വരും ഭാവിയിൽ BJPക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്ന് BJP കരുതുന്നു? BJP അല്ല അത് മാറ്റേണ്ടത്, മലയാളിയാണ് മാറ്റേണ്ടത്. അത് മാറുമെന്ന് കരുതുന്നുണ്ടോ സാർ? മാറുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും മാറുമെന്ന് കരുതുന്നുണ്ട്. കാരണം BJP ഭരണത്തിൽ വന്ന സംസ്ഥാനങ്ങൾ, അവിടെയൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ, പുരോഗതികൾ ഇത് മലയാളി കാണുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ മലയാളി വളരെ ആക്റ്റീവാണ്. അതുപോലെ തന്നെ മലയാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ധാരാളമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ അവർ നേരിട്ട് അനുഭവിച്ചറിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാനം എന്തുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു എന്നൊരു കുറ്റബോധം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മലയാളിയെ പിടികൂടാതിരിക്കില്ല. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്തൃ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിവസക്കൂലി കൊടുത്ത് തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു എന്ന് അഭിനയിക്കുന്നത്, പണിയെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ, ട്രേഡ് യൂണിയനായി, സമരമായി, അതായി ഇതായി, പണി എങ്ങനെ എടുക്കാതിരിക്കാവുന്നതാണല്ലോ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പണിക്കൂലി കൊടുത്ത് മുടിയുന്ന മലയാളി ഇപ്പോൾ ഇത് വലിയ പ്രശ്നമാകാൻ പോവാണ്. ഇത് ഏറ്റവും വലിയ പ്രശ്നമാകാൻ പോകുന്നത് പശ്ചിമ ബംഗാളിൽ BJP വന്നു, പശ്ചിമ ബംഗാളിൽ ഇനി വികസനം വരും. അങ്ങനെ വികസനം വരുമ്പോൾ ഇന്ന് നമ്മുടെയൊക്കെ ചായക്കടയിലും തട്ടുകടയിലും ഹോട്ടലിലും അല്ലെങ്കിൽ വീട് പണി എന്ന മേഴ്സരിയുടെ മൈക്കാടായിട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ബംഗാളി എല്ലാം തിരിച്ചു പോകും. ഞാനിത്ര ഉറപ്പിച്ച് പറയാൻ കാരണം
പണ്ടൊരു കാലത്ത് തമിഴ്നാട്ടുകാരായിരുന്നു കേരളത്തിൽ വന്ന് ഇത്തരം ജോലികൾ ചെയ്തിരുന്നത്. നമ്മൾ അവരെ പാണ്ഡ്യ എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പൊ മലയാളികളെ നോക്കിയാൽ തമിഴിനെ കാണാനില്ല, പാണ്ഡ്യകളെ കാണാനില്ല. കാരണം തമിഴ്നാട് രക്ഷപ്പെട്ടു, അവരെല്ലാം തിരിച്ചുപോയി, അവർ ജോലിക്കാരായിട്ട് വരുന്നില്ല. അത് കഴിഞ്ഞ് ഉത്തർപ്രദേശ്, ബീഹാറികൾ വന്നു, ഒറീസക്കാർ വന്നു, ഉത്തർപ്രദേശുകാർ വന്നു എന്നൊക്കെ നമ്മൾ പറയായിരുന്നു. അവരും തിരിച്ചുപോയി. കാരണം എന്താണ്? ഉത്തർപ്രദേശിലും ബീഹാറിലും ഒറീസയിലും ഒക്കെ BJP വന്നു, അവിടെ പണിയായി, സാമ്പത്തിക പുരോഗതി ഉണ്ടായി, അവരൊക്കെ തിരിച്ചുപോയി. ഇപ്പൊ ബംഗാളികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇനിയിപ്പോ ബംഗാളികൾ തിരിച്ചു പോകും. കാരണം ബംഗാളിൽ BJP വന്നു, അവിടെ ഇനി സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ, കാർഷിക മേഖലയിൽ, വ്യവസായ മേഖലയിൽ, ബിസിനസ് മേഖലയിൽ, സകല മേഖലയിലും വൻപിച്ച പുരോഗതി ദൃശ്യമാകും. അതോടുകൂടി ഈ കേരളത്തിൽ വന്ന് ഈ കരാറുകാരന് കമ്മീഷനും കൊടുത്ത് ഒരു മുറിക്കകത്ത് 40 50 പേര് മത്തി അടുക്കുന്ന പോലെ അടുക്കി കിടന്ന് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട കാര്യമൊന്നും ബംഗാളിക്ക് ഇനി ഉണ്ടാവില്ല. അതുകൊണ്ട് ബംഗാൾ സ്വർഗമാകാൻ പോവുകയാണ്. അതോടുകൂടി ബംഗാളികൾ തിരിച്ചു പോകുമ്പോൾ മലയാളി കഷ്ടപ്പെടും. ഇനിയിപ്പോ വല്ല ക്യൂബയിൽ നിന്നോ മറ്റോ കമ്മ്യൂണിസ്റ്റുകാർ വന്നാലേ നമ്മുടെയൊക്കെ തട്ടുകടയിൽ പൊറോട്ട അടിക്കാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയാണ്. ഇപ്പൊ ക്യൂബ ഏതാണ്ട് ആ പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. സാർ, ഏതായാലും ഞാൻ ഈ വിഷയം ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു സാധനം ഞാൻ വിട്ടുപോയി. സാർ, ഈ തിരുവല്ലത്ത് ഈ അനിൽ ആന്റണിയുടെ ജയം ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? അതുപോലെ തിരുവനന്തപുരത്ത് കരമന ജയൻ, തിരുവല്ലയിലെ അനിൽ ആന്റണിയും തിരുവനന്തപുരത്ത് കരമന ജയനും ഏതാണ്ട് ഇങ്ങനെ അടുത്തു വന്നതായിരുന്നു. എന്തായിരുന്നു സാർ അവിടെ സംഭവിച്ചത്? ഇതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. അതായത് തിരുവനന്തപുരത്തെ കരമന ജയനാണെങ്കിലും തിരുവല്ലയിലെ അനൂപ് ആന്റണി ആണെങ്കിലും, അതെ, അനൂപ് ആന്റണി, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അനൂപ് ആന്റണി, അതെ, അനൂപ് ആന്റണി. അതെ. ഇവർ രണ്ടുപേരെയും തെരഞ്ഞെടുക്കപ്പെടാതെ പോയതിന്റെ നഷ്ടം അവർക്ക് രണ്ടുപേർക്കും അല്ല. കാരണം ഒരാള് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം ഉന്നതമായ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ്, അഖിലേന്ത്യാ തലത്തില് നല്ല ബന്ധമുള്ള ആളാണ്. കരമന ജയനാണെങ്കിൽ പോലും അദ്ദേഹം തിരുവനന്തപുരത്തെ വളരെ അറിയപ്പെടുന്ന നേതാവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് MLA എന്നുള്ള ഒരു ടൈറ്റിൽ ഇല്ലെങ്കിലും അദ്ദേഹം അറിയപ്പെടുന്ന ആളാണ്. അവരെ പോലെയുള്ള അങ്ങനെയുള്ള പൊതുപ്രവർത്തകരെ MLA-മാരായി സ്വീകരിക്കാനുള്ള ഒരു കഴിവ്, ഒരു ബോധം അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ വലിയ നഷ്ടമാണ്, അല്ലാതെ നേതാക്കളുടെ നഷ്ടമല്ല. അപ്പോൾ അവിടെ ഏതടിസ്ഥാനത്തിലാണ് ഇവരെ പരാജയപ്പെടുത്തുക? ഏത് മതത്തിന്റെ, ഏത് ജാതിയുടെ, ഏത് രാഷ്ട്രീയത്തിന്റെ, ഏത് വിഭാഗീയതയുടെ പേരിലാണോ അവരെ തോൽപ്പിച്ചത്, അതിന്റെ അനുഭവം തിരുവല്ലയിലും തിരുവനന്തപുരത്തും ഉള്ളവര് വർഷങ്ങളോളം അനുഭവിച്ചതിന് ശേഷമായിരിക്കും തിരിച്ചറിയാൻ പോകുന്നത്. ഏതായാലും തുടർന്ന് നമുക്ക് വിഷയം സംസാരിക്കാനുണ്ട്. തൽക്കാലം നിർത്തുന്നു. നന്ദി. താങ്ക് യു സാർ. താങ്ക് യു.